കഴിച്ചു തുടങ്ങിയാൽ ഒരു 10 കഴിച്ചു പോകും. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ചെറിയൊരു പാനിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് അതിലേക്ക് അരിഞ്ഞെടുത്ത വെളുത്തുള്ളികൾ ചേർത്ത് ഒന്ന് കളറ് മാറും വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ ചേർക്കാം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്താണ്, ബോൺലെസ് ആണ്. കൂടെ കുറച്ച് ചെറിയ ജീരകവും മുളക് പൊടിയും ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നീളത്തിൽ അരിഞ്ഞെടുത്ത സവാളയും ക്യാപ്സിക്കവും ഒരല്പം തക്കാളിയും കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും മയോണൈസും കൂടി ചേർത്ത് എല്ലാം കൂടി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് പീസ് എടുത്ത് അതിൻ്റെ ചുറ്റിലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ചിട്ട് ഇതിന് ചുറ്റിലുമായിട്ട് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. മൈദ പേസ്റ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം പിന്നീട് കോൺഫ്ലെക്സിലോ ബ്രെഡ് ക്രംസിലോ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് റോൾ ചെയ്യുക. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് കോരാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൺ ഫോളോ ചെയ്യാനും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.